നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി സ്നേഹാലയം ആൻ്റണി എന്ന മനുഷ്യസ്നേഹിയായ ഒരു പൊതുപ്രവർത്തകനാണ്. സാധാരണ പൊതുപ്രവർത്തകർ എന്ന് നമ്മൾ പറയുമ്പോൾ അത് രാഷ്ട്രീയക്കാരുടെ ഗണത്തിലാണ് പെടാറ്. ഇദ്ദേഹം രാഷ്ട്രീയക്കാരുടെ ഗണത്തിൽപ്പെട്ട ഒരാളല്ല. പൊതുവഴികളിലും റോഡുകളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന അശരണരെയും രോഗികളെയും നിർധനരെയും തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു വലിയ സ്നേഹവലയം തീർത്ത ആളാണ് ശ്രീമാൻ സ്നേഹാലയം ആൻ്റണി. ശ്രീ സ്നേഹാലയം ആൻ്റണിക്കും എൻ മീഡിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. ഞാൻ സ്നേഹാലയം ആൻ്റണി എന്നാണ് എന്നെ പറയുക. ഞാനൊരു കല്ലറ തൊഴിലാളിയായിരുന്നു, പൈരിക്കല്ല് തൊഴിലാളിയായിരുന്നു. അങ്ങനെ എനിക്ക് ബോണിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജ ചോർന്നു പോകുന്ന ഒരു രോഗമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് എത്ര വയസ്സുള്ളപ്പോഴാണ്? അത് ഒരു 33 വർഷം മുമ്പാണ് ഇത് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാം എന്നാണ് ചിന്തിച്ചത്. വിവാഹം കഴിഞ്ഞ് 2 മക്കളുള്ളപ്പോഴാണ് ഞാനിത് ചിന്തിച്ചത്. അങ്ങനെ നമുക്ക് മറവ് ചെയ്യാൻ പോലും വകയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഔട്ട് ഓഫ് കേരളയിൽ പോയി ചെയ്യാമെന്നാണ് ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ ആർക്കോണം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ചെന്നൈയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോൾ വെച്ചാൽ ആരും ഇല്ലാത്ത ഒരാളായിട്ട് അവിടെ മറവ് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ. മറവ് ചെയ്യാൻ പോലും നമുക്ക് കാശില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രാർത്ഥനാലയമുണ്ട്. അവിടെ നമുക്ക് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ആത്മാവിനെ തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പേരാമംഗലം അമല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ എൻ്റെ വിശ്വാസം നമുക്കൊക്കെ നമ്മുടെ സൃഷ്ടാവ് നമുക്ക് നമ്മുടെ ചെയ്തികൾ അറിയുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല, മരിച്ചു പോയി അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചത്. എനിക്ക് ജീവിക്കാൻ ഇനി മാർഗ്ഗമില്ല, അവസാനത്തെ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങണ നേരത്തെ എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് കിട്ടുകയാണ്. ആ ലോട്ടറി ടിക്കറ്റിൽ നാളെയാണ് നറുക്കെടുപ്പ്. അന്ന് ഗോവ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു അവരുടെ ലോട്ടറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നമുക്കത് കിട്ടുമെന്ന്. അങ്ങനെ വന്നിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഒരുപാട് കാലത്ത് ചികിത്സയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു രോഗമാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഭാര്യയോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഡോക്ടർ പറയുന്നത് ഇന്ന സൂക്കടാണെന്നാണ്, ബോണിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജ ചോർന്ന് പോകുന്ന രോഗമാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. മരുന്നില്ല എന്നാണ് മെഡിക്കൽ സയൻസിൽ പറഞ്ഞത്. യൂറോപ്പിലും മറ്റേ അമേരിക്കയിലും ഒക്കെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് അവിടേക്ക് പോകാൻ പോലും നമുക്ക് മാർഗ്ഗമില്ല, സൗകര്യമില്ല. അപ്പോൾ ആ അവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മളിത് മരിക്കാനായിട്ട് പോകുന്ന നേരത്ത് ഇങ്ങനെ ഈ ലോട്ടറി ടിക്കറ്റ് ഇട്ട് നമ്മൾ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് 14 സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് സ്വന്തമായിട്ട്, ഈ മുണ്ടത്തിക്കോട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ 14 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് നമുക്ക് ഒരു വാടകപ്പരയിൽ താമസിച്ചിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാം തീരുമാനമെടുത്തു. കുഞ്ഞുങ്ങൾക്കൊക്കെ അവർ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ 6 വയസ്സൊക്കെയാണ് പ്രായമുള്ളത്. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ തീരുമാനമെടുത്തിട്ട് നോക്കിയപ്പോൾ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്ന് കാണാൻ. അപ്പോൾ അവിടെ ആരുമില്ലാത്ത ഒരാളെ വണ്ടി അടിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ഭാഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അയാളെ സഹായിക്കാൻ ആരുമില്ല. അന്ന് മെഡിക്കൽ കോളേജിൽ ഒരു ബ്രദർ എന്ന് പറയുന്ന ആളെ അനൗൺസ് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് അയാളെ സഹായിക്കുന്നു. അങ്ങനെ ഞാൻ അയാളെ സഹായിക്കാൻ ചെന്നതാണ്. അപ്പോൾ ഞാൻ ഈ കല്ലൂരിക്കാണ് പോണേ. അപ്പോൾ രാത്രി ഞാൻ കല്ലൂരിക്ക് പണി മാറ്റി കഴിഞ്ഞാൽ തൃശ്ശൂർ ചെല്ലും. അയാൾ നോക്കി, അയാൾ മലവിസർജനങ്ങളൊക്കെ നോക്കി അയാളെ കുളിപ്പിച്ച് കഴുകിയിട്ട് വരും. അപ്പോൾ രാത്രി ഒരു 9-10 മണി നമ്മൾ നടന്നിട്ടാണ് വരിക. ആ വന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് പുലർച്ചെ ഞാൻ വീണ്ടും തൃശ്ശൂർക്ക് ചെല്ലും. അപ്പോൾ അയാൾ മൂത്രമൊക്കെ എടുത്ത് കളഞ്ഞ് അയാളങ്ങനെ ആശുപത്രിയിലേക്ക് ചെന്ന് ഞാൻ വീണ്ടും പണിക്ക് ചെല്ലും. അങ്ങനെയായിരുന്നു. അതാണ് ആദ്യത്തെ ഇത്. അങ്ങനെ വന്നിട്ട് നോക്കിയപ്പോൾ അവിടെ ഈ ബ്രദർ പറഞ്ഞു, നിനക്ക് എത്ര ഉറുപ്പിക ശമ്പളം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കല്ലൂരിക്ക് അന്നൊക്കെ വളരെ 1000 രൂപ വരെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. 1000 രൂപ വരെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ 1000 രൂപ ഞാൻ നിനക്ക് തരാം, നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ ആരും ഇല്ലാത്ത ആൾക്കാർ കക്കൂസുകളൊക്കെ കഴുകലാണ് പണിയായിരുന്നത്. കക്കൂസുകൾ അന്ന് മലവിസർജനങ്ങളൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ കക്കൂസുകളൊക്കെ കഴുകുക, അവിടെ ആരും ഇല്ലാത്ത ആൾക്കാർ കുളിപ്പിക്കുക, കഴുകുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ മലവിസർജനങ്ങളൊക്കെ കഴുകി കൊടുത്ത് കുളിപ്പിച്ച് കൊടുക്കുക. പിന്നെ അവിടെ നമ്മൾ ആരും ഇല്ലാത്ത ആൾക്കാർക്ക്, പിന്നെ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഷേവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷേവിങ്ങും ഒക്കെ ഞാൻ അവിടെ ഷേവിംഗ് ഒക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. അവർ ഷേവ് ചെയ്ത് കൊടുക്കുക. ഫുൾ ടൈം 9 മണിയാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് വരും. അത്താണി വന്ന് നടന്നിട്ട് വീട്ടിലേക്ക് വരും. 5:45 പോവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മുടെ ഇത്. അങ്ങനെ അവിടെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്യുന്ന ആൾക്കാരെ എവിടെയെങ്കിലും കൊണ്ട് കിടത്ത ഒരു
സ്ഥലം കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്നു. ഈ അനാഥരായവർ അവർക്ക് ഈ ട്രാഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് അഴിക്കോളം അവിടെ തന്നെ കിടക്കേണ്ട ഗതികേട് വരുന്നതുകൊണ്ട് മറ്റുള്ള രോഗികൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ഒരു ആദ്യം 2 കാലില്ലാത്ത ഒരാളാണ് കൊണ്ടുവന്നത്. അന്ന് ഇവരെയൊക്കെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സൗകര്യം നമ്മൾ കിട്ടുന്ന കഞ്ഞിന്ന് നമ്മുടെ കഞ്ഞിന്ന് ഒരു ഭാഗം കഞ്ഞി അവർക്ക് ഈ കുടുംബാംഗങ്ങളൊക്കെ അത് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ ആണുങ്ങളെ കൊടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം 2 പെണ്ണുങ്ങൾ ഇതുമാതിരി കിട്ടി. അല്ല, ഈ ആശുപത്രിയിൽ തന്നെ 2 കാലില്ലാത്ത 2 പെണ്ണുങ്ങളെ. അപ്പോൾ അവരെ കിടത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി അവരും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലാണ് നമ്മൾ പെണ്ണുങ്ങൾക്കുള്ള സ്ഥാപനം തുടങ്ങി. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞ ഒരു 450 സ്ക്വയർ ഫീറ്റാണ് വീടുണ്ടായിരുന്നത്. ചെറിയ വീടായിരുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ മലവിസർജനത്തിനൊക്കെ പോകാൻ ഭയങ്കര സൗകര്യക്കുറവായിരുന്നു. കുറച്ച് വിഷമമൊക്കെ ഭാര്യയ്ക്കുണ്ടായിരുന്നു അന്നൊക്കെ കുറച്ച്. കാരണം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഈ പ്രവർത്തിയിൽ തന്നെ സ്വല്പം ദേഷ്യ സ്വഭാവം ഉണ്ടായിരുന്നു. പരിസരത്തുള്ളവർക്ക് സ്വല്പം ഞങ്ങൾ മാലിന്യങ്ങൾ വരുത്തുന്നു പറഞ്ഞിട്ട് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും ഭാര്യയ്ക്കൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ തുടങ്ങി നമുക്ക് ഉപവി സന്യാസിനി സമൂഹം നമുക്കൊരു 4 ഏക്കർ സ്ഥലം ഇവിടെ ഒരു മഠമാണ്. ഈ സ്ഥലം 4 ഏക്കർ ഉപവി സന്യാസിനി സമൂഹമാണ് നമുക്ക് നൽകിയത്. അങ്ങനെ അവിടെ നമ്മളൊരു ചെറിയൊരു ബിൽഡിങ് പണിയാൻ തുടങ്ങി. അത് വളരെ ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ നമ്മൾ ഒരു 7 ബിൽഡിങ്ങോളം നമ്മൾ പണിതു. 7 ബിൽഡിങ് പണിത് ഇപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എത്ര 200 ആളാണ് നമ്മളിവിടെ ഓൾറെഡി ഉള്ളത്. 13 ജോലിക്കാരും ഞങ്ങൾ 15 ആൾക്കാരാണ് ഇപ്പോൾ. ഈ 13 ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഫ്രീ സർവീസ് ആണ്, അവർക്ക് ശമ്പളം കൊടുക്കണം. ശമ്പളം കൊടുത്തിട്ടുള്ള ജോലിക്കാരാണ്. അവർ കാലത്ത് വരും, 8:30 വരും, 5:30 6 മണിയാകുമ്പോൾ പോകും. ഈ പരിസരത്തുള്ളവർ പിന്നെ കുറച്ച് ദൂരമുള്ള. ക്രിസ്തു പറഞ്ഞത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വന്തം അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. അങ്ങനെ ഒരു ആസുരമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ വരുന്ന പലരും അത്തരം ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരാണ്. ഒരുപാട് ആൾക്കാർ മക്കളെ നോക്കാം, അമ്മയെ നോക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ നമ്മൾ ഞാൻ കണക്കൂട്ടിയപ്പോഴും 22ഓളം പേര് തളർന്നു കിടക്കുന്ന ആൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ അന്തേവാസികളായിട്ട് കിടക്കുന്നുണ്ട്. ഒന്നിനും മാർഗമില്ലാത്തവർ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ നിന്ന് തന്നെ നമുക്ക് 3 ആള് ഇവിടെ കിടക്കുന്നുണ്ട്. അവർ വീടുകളിലൊക്കെ സൗകര്യങ്ങളുള്ളവരാണ്. വീടുകളിൽ ഈ 2 ആൾക്ക് മക്കളില്ല. ഒരാളിന് ഭർത്താവ് മരിച്ചുപോയി. അതിന് സ്പൈനൽ കോഡ് മുറിഞ്ഞു മുറിഞ്ഞതാണ്. സുനിത എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതുണ്ട് ഇവിടെ. അങ്ങനെ ഉള്ള ആൾക്കാരാണ് നമ്മൾ നോക്കണത്. അവരെ നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് അവരിപ്പോൾ മലവിസർജനങ്ങൾ ഇപ്പോൾ പെണ്ണാണോ ആണാന്നുള്ള ഇതൊന്നുമില്ല. ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് എല്ലാ സമയത്തും ഒരിടത്തൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വല്ലതൊക്കെ അന്വേഷിച്ച് പോകണം, പലവരും ഇതിന് പൈസ കിട്ടണം, നടത്തിക്കൊണ്ടുപോകണം. അപ്പം നമുക്കൊരു 5 ലക്ഷം റുപ്യകളുടെ മേളിൽ ഇതിന് നമുക്ക് ചെലവ് വരുന്നുണ്ട്. മാസത്തേക്ക് നമുക്ക് ചെലവ് 5 ലക്ഷം മേളിൽ വരുന്നുണ്ട്. സർക്കാരിന്റെ സംവിധാനങ്ങളും ഒരു ഫിക്സ് ഒരു നയ പൈസ പോലും സർക്കാരും തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല. പിന്നെ നല്ല മനുഷ്യരായ കുറേ ആൾക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മറ്റൊരുത്തിനെ സ്നേഹിക്കണം എന്നൊരു കാഴ്ചപ്പാട് മനുഷ്യരിലുണ്ട്. പിന്നെ കൂടുതൽ നമുക്ക് ജീവിച്ചു പോകുന്നത് ഈ ശ്രാദ്ധം, ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ പല എല്ലാ മതവിശ്വാസികളും ഇവിടെയാണ് കൂടുതലായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ മതവിശ്വാസികളും ഇവിടെ തരാറുണ്ട്. കൂടുതലും എല്ലാ മതവിശ്വാസികൾക്കും അത് താല്പര്യമാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഇതാണ്, എല്ലാവരും ആത്മാവിന് ശാന്തി കിട്ടണമെന്നാണ്. അപ്പോൾ ഈ ആത്മാവിന് ശാന്തി കിട്ടാൻ അവർ പറയും, നമ്മളോട് പറയും, അനടിച്ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും. ഇപ്പം നമ്മളിപ്പോൾ ഒരു 3:45 ഒരു ചെറിയൊരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഇന്ന ആള് ഇന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന രോഗം മൂലം നമ്മളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ക്യാൻസർ, അനാഥരുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് ആ വിശ്വാസമുണ്ട്. കുറെ ഒരു 50% അത് കേൾക്കുന്നുണ്ട്. കാരണം അത് നിങ്ങൾക്ക് അതിന് തെളിവുണ്ട്. അതിപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, തെളിവുണ്ട്, വിശ്വസിക്കാം. അതായത് ഇവര് പറയുമ്പോൾ ഇവര് തന്നെയല്ല ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അനാഥൻ തന്നെയാണ്. കാരണം നമ്മൾ അവരുടെ കൂടെ കളിക്കുന്നു, ഒപ്പം നിൽക്കുന്നു, ഒപ്പം ഭക്ഷണം കഴിക്കുന്നു. മക്കളൊക്കെ ഉണ്ട്. മക്കള്
മൂത്ത മകൾ എന്ന് പറയുന്നത് ഈ ഞാൻ പോകും ആദ്യം ഈ മൃതശരീരമൊക്കെ എടുത്തിരുന്നു. അപ്പോൾ എടുക്കുമ്പോൾ എൻ്റെ കൂടെയൊക്കെ വടക്കാഞ്ചേരിയിലൊന്ന് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അല്ല, അപ്പോൾ ഈ പ്രവർത്തനത്തിലേക്കായിട്ട് മകളും ഇവരൊക്കെ പോരുമ്പോൾ നമ്മുടെ സമൂഹം എങ്ങനെയാണ് അത് നോക്കി? സമൂഹത്തിന് മൊത്തമായിട്ട് ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വെച്ചു. കാരണം ഇത് നമുക്ക് ആവശ്യമാണെന്ന് ആദ്യക്ക് ഇത് മനസ്സിലാവുന്നില്ല അത് എന്താണെന്നുള്ളത്. ശരിക്കും അല്ല, നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥയിൽ പോലും നമ്മളത് ചെയ്യുമ്പോൾ അത് ഭ്രാന്തായിട്ട് പൊതുസമൂഹമാണ്. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങി ഇത് നമ്മുടെ മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ ആ ഒരു കാഴ്ചപ്പാട് മനുഷ്യനിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷപ്രദമായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ അടുത്തുള്ളവരൊക്കെ വളരെ നല്ല സഹകരണമാണ്. നമുക്ക് അവരെല്ലാം ഏത് പരിപാടി വന്നാലും അവർ നമ്മൾ വിളിക്കും, അവരതിനുള്ള പൈസ തരും. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർട്ടിയുണ്ട്. ഒരു പെണ്ണിനെ നോക്കാനുള്ള, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെണ്ണിനെ നോക്കാനുള്ള നമ്മൾ 14,000 രൂപയാണ് ചെലവ്. ആ ചെലവ് നമ്മൾ ഒരു പെണ്ണിനെ അവർക്ക് നോക്കാൻ ഞാൻ ഏൽപ്പിച്ചു തരാം. അതിൻ്റെ ഭാഗ ഞാൻ തരാം. ഇപ്പോൾ ആൻറ്റിജൻ ഈ സ്നേഹാലയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ മനസ്സിൽ ഒരു ചെറിയൊരു വീട് പണിത് കഴിഞ്ഞാൽ അവർക്ക് ഇതുമാതിരി ഒന്ന് അതൊക്കെ മേഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ കിടക്കുന്നിടത്താണ് ഭക്ഷണം കഴിക്കണേ. അവർക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു പണിയാനുള്ള ഇല്ല. അപ്പോൾ ഒരു ഹോള് പണിയാണെങ്കിൽ നമുക്കിപ്പോൾ കണക്കൂട്ടുമ്പോൾ നമ്മളൊരു 30-35 ലക്ഷം റുപ്യോളെങ്കിലും അതിന് ഓൾറെഡി ചെലവ് വരും. എന്നാലെയാണ് അതിപ്പോൾ നമ്മൾ കണ്ടു മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിന് ഒരു 10-35 ലക്ഷം റുപ്യെങ്കിലും വരും. അത് വന്നാലാണ് അവർക്ക് ഭക്ഷണം കഴിക്കാനും ഇവർക്ക് കുറച്ച് നേരം കിടക്കുന്നിടത്ത് വന്ന് താഴ്ത്തു വന്നിട്ട് വിശ്രമിക്കാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഈ കിടക്കുന്നവർക്ക് ഒരു കട്ടിലും മസ്റ്റ് അല്ലേ? കട്ടിലുമ്പോൾ നമുക്ക് ഇവരെ കെടുക്കില്ല. കട്ടില് വേണ്ടെന്ന് വെച്ചാല് ഇവർ കട്ടിലുമേ കിടക്കുന്ന മാനസികമായിട്ടുള്ള വൈകല്യങ്ങളുള്ളവരല്ല. അവരതിന് ചാടും ഓടും വീഴും ഒക്കെ ചെയ്യും. അപ്പൊ നമുക്ക് എന്നും ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും പോകണം. ഈ രാത്രി കാലങ്ങളിൽ ഇവർ നോക്കാനൊക്കെ ആളുണ്ട്. അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന് എല്ലാ ദിവസവും ഉണ്ടാവും. ഇവിടെ ഞാനിവിടെ ഭാര്യയും കൂടിയിട്ട് പിന്നെ ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഭംഗിയായിട്ട് ഇവിടെ നോക്കും. ഇവിടെ ഈ ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ അതിനൊക്കെ ആഘോഷിക്കാറുണ്ട്. ആഘോഷം ഞങ്ങള് ഈ വടക്കാഞ്ചേരി ഈ മുനിസിപ്പാലിറ്റിയില് മുനിസിപ്പൽ ഏരിയയില് എല്ലാ വയസ്സായി കിടക്കുന്ന, അതായത് എന്താ പറയുക, ഈ തളർന്നു കിടക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളവര് അവർക്ക് എല്ലാവർക്കും സമൃദ്ധമായി ഓണാണെങ്കിൽ നേന്ത്രക്കൊലയും അതുമാതിരി അവർക്ക് പച്ചക്കറിയും അരിയും അതൊക്കെ വലിയ നല്ല രീതിയിൽ. ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കോഴി, മീന്, ബ്രാല് അതുമാതിരി ഉള്ള സാധനങ്ങളൊക്കെ. കാരണം നമ്മൾ മാത്രം ക്രിസ്മസ് ഓണം ആഘോഷിച്ചാൽ പോരാ, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരും ആ ഒരു കാഴ്ചപ്പാടിൽ കാണുമ്പോഴാണ് നമ്മൾ ആഘോഷിക്കുന്നതിൽ ഇതുള്ളൂ. നമ്മൾ മാത്രം ചുരുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ കഴിക്കാൻ പറ്റാത്തവരെ, ഞാൻ വടക്കാഞ്ചേരി ഈ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ആരുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറയും ചെയ്യും, ഞാൻ കൊടുക്കുകയും ചെയ്യും നല്ല രീതിയിൽ. അതും നമ്മൾ മനുഷ്യനെ കൊടുക്കണേ എന്നുള്ള ബോധത്തോടെ കൊടുക്കുക, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതായത് നല്ല സന്തോഷത്തോടെ. കാരണം എന്താ പറയാ, അത് അവരേനെ നമ്മൾ ഇത് മേടിക്കാൻ പറഞ്ഞവര് അവര് പാവങ്ങളും ഞാൻ സമർത്ഥനും അല്ല. മേടിക്കാൻ വരുന്നവര് പാവങ്ങളും ഞാനാണ് ഇവിടുത്തെ. അവർ നല്ല മനസ്സോടെ അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കി നമുക്ക് നാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് കൊടുക്കാറ്. കാരണം ഇത് നാളെ കൊടുക്കണമെങ്കിൽ മറ്റൊരു ജനം അറിയണം, അല്ലെങ്കിൽ എനിക്ക് പണമില്ലല്ലോ. നമ്മുടെ സമൂഹത്തിന്റെ ഈ പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലേക്ക് ആദ്യകാലത്തേക്ക് അപേക്ഷിച്ച് വളരെ വ്യത്യാസം. വളരെ വ്യത്യാസം. ഇപ്പൊ കുറവാണ് പൈസക്ക് കിട്ടാനൊക്കെ വളരെ കുറവാണ് എനിക്ക് കാണണേ. ശരി, ഇപ്പൊ പൈസ കുറവാണ്. അല്ല, പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വെളിച്ചത്തിലാണ്, എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് എന്നിരുന്നാലും ഞങ്ങൾക്ക് എന്ന് പറയാൻ ഭക്ഷണം കഴിക്കാൻ കാര്യത്തിനൊന്നും ദൈവം ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ പിന്നെ തന്നെയല്ല, നമ്മള് കടപ്പുറത്ത് പോയിട്ടാണ് മീൻ മേടിച്ചോണ്ടിരിക്കുക. ചാവക്കാടല്ല, ബ്ലാങ്ങാട് കടപ്പുറത്തുനിന്നാണ് മീൻ മേടിച്ചത്. എല്ലാ ദിവസങ്ങളിലും അല്ല, നമ്മൾ ആഴ്ചയിൽ 2 ദിവസം പോകും. ഒരു മീൻ കൊടുത്തിട്ട് ഫ്രീസർ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഐസ് ഇട്ടിട്ട് ഇത് മറ്റേതൊക്കെ ചെയ്തിട്ട് വേണ്ട, നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. നമ്മൾ വെറുമാക്കലല്ല, ശരിക്കാണ് നല്ലത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സദ്യയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മീനും
കോഴിയൊക്കെ സദ്യ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചാവക്കാടാണ് അറയ്ക്ക വരിക. ചൂണ്ട അരയ്ക്കുക എന്നൊക്കെ പറയും. അത് ചാവക്കാട് ഒരു വൈകുന്നേരം വരിക, മറ്റത് പകല വരിക. അപ്പോൾ അവിടെ പോയി അത് വാങ്ങിച്ചു കൊണ്ടിരും. എന്നിട്ട് നമ്മൾ അപ്പം നമുക്കും കഴിക്കാം അവർക്കും കഴിക്കാം. അപ്പോൾ രസം. ഇത് മറ്റേ ഇത്രയും കാലത്തിനിടയ്ക്ക് ആന്റണിച്ചേട്ടൻ്റെ മനസ്സിൽ തട്ടിയ ഒരു ദൈവിക അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് മനസ്സിൽ തട്ടാന്ന് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു കരണ്ട് കമ്പി കരണ്ടുള്ള ഇതുമേ കത്തികൊണ്ട് മുറിച്ചു. ഇവിടെ കറണ്ട് പോയപ്പോൾ എന്നിട്ട് ഞാനത് ചെത്തി, അത് കത്തി കൊണ്ട് ചെത്തി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഷോക്ക് അടിച്ചു. ഇവിടെ കത്തിയിട്ട് ഞാൻ ചാടി ഇവിടെ പൊട്ടും പൊട്ടിയത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതേ പൊട്ട് ചാടിയപ്പോൾ ഇവിടെയാണ് അടിച്ച. അത് ചാടിയിട്ട് ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചു. അപ്പം ഞാൻ അവിടെയാണ് ഈ കറണ്ട് പോയത്. അവർക്ക് വെള്ളം അടിക്കാൻ മോട്ടറിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വിഷമം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോയി. അത് ചെയ്യാൻ പോയിട്ട് നോക്കുമ്പോൾ ഞാനൊരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ വിചാരിച്ചു ഇവിടേക്ക് കറണ്ട് വരില്ല എന്ന്. പക്ഷേ ഇത് മെയിനിൽ നിന്നാണ് കറണ്ട് വരുന്നത്, അതെനിക്കറിയില്ല. അപ്പോൾ ഞാനത് പിടിച്ചിട്ട് ഇതിങ്ങനെ ചരണ്ടി കത്തിയൊക്കെ ചെയ്യും, ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എനിക്കൊരു ബോണസ് തന്നിട്ടുണ്ട്, കുറച്ച് കാലം കൂടി നമ്മൾ ചെയ്ത ജോലിക്ക് ദൈവത്തിൻ്റെ ഒരു എനിക്ക് ആവശ്യമുണ്ട് ഒരു തോന്നലുണ്ടോന്ന് സംശയം. കൂടുതലായിട്ടുള്ള ഇതിലേക്കൊന്നും ഞാനില്ല. ഞാൻ ഈ കള്ള് ഷാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ നടക്കുന്ന ആളാണ്. കള്ള് ഷാപ്പ്, ബ്രാൻഡ് ഷാപ്പ്, എല്ലാ കച്ചവടങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാവും. വലിയ വലിയ ഏത് കച്ചവടം ആയാലും ഞാൻ അങ്ങനെ ഒരു നല്ലവനാണെന്നുള്ളൊരു ബോധ്യം എനിക്കില്ല. മനുഷ്യനാണ്, സഹജീവികളോട് കാരുണ്യം വേണം. ഒരു മനുഷ്യന്റെ എല്ലാ പരിമിതികളോടും അത്രേ ഉള്ളൂ. നല്ലൊരു ഞാൻ മാത്രമേ നല്ലവനുള്ളൂ, നിങ്ങളൊക്കെ പൊട്ടയാണ്, ഇന്ന കഴിഞ്ഞ ആരും ഇല്ല എന്നുള്ള ആ കാഴ്ചപ്പാടൊന്നുമില്ല. നമ്മുടെ മനുഷ്യരാണ്, മനുഷ്യന്റെ ബലഹീനതയാണ് നമുക്കത് ശരിയായി തോന്നാത്തത്, അത്രേ ഉള്ളൂ. അല്ലാതെ അവൻ ചെയ്യുന്നില്ലല്ലോ, ഞാൻ മാത്രമല്ല ചെയ്യുള്ളൂ, ഞാൻ മാത്രം, അങ്ങനെ കാഴ്ചപ്പാട് നമുക്കില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, അവരവരുടെ ജോലി ചെയ്യുക. പ്ലേ ടു പ്ലേ ഓർ വർക്ക് ടു വർക്ക്. ഇപ്പൊ പ്രധാനമായ ഈ സ്നേഹാലയത്തിന്റെ ഒരു ആവശ്യം ഇതാണ്. നമുക്ക് അതായത് ഊണ് കഴിക്കാനായിട്ട് അവര് ഊണ് കഴിക്കുന്നിടത്താണ് അവര് ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നത്. വെച്ചാൽ അവർ ഊണ് കഴിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് കാണണമെങ്കിൽ, കാണാൻ നല്ല മനസ്സിലൊരു വന്ന് കാണണമെങ്കിൽ അവർ ചോറ് ചിലപ്പോൾ ചോറും കണ്ണ് എറിയും. ഒരു ചോറ് ചിലപ്പോൾ ഇങ്ങനെ ഇടും, ഇങ്ങനെ പൂവിടണ മാതിരി ഇടും. പിന്നെ ചില അപ്പൊ അതിലൊക്കെ അതൊക്കെ ഇട്ടിട്ട് അതില് അടിക്കാൻ ചിലപ്പോൾ വരുമ്പോൾ മുമ്പാവും ഇവരിതിൽ കിടന്ന് ഉരുളുണ്ടാവും. ഇത് ഇവിടുന്ന് അടിക്കാൻ ആൾക്കാർ വരുന്നുണ്ടാവുള്ളൂ. അവർക്ക് ഇപ്പൊ ചോറുണ്ടോ, ഇപ്പൊ പുറത്തിറക്കി കഴിഞ്ഞാൽ ഇവിടെ പുറത്തിറക്കും ഒരു 3 മണിക്കൂർ നേരം, കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ എല്ലാ ദിവസവും ഓൾറെഡി എല്ലാ ദിവസവും പുറത്തിറക്കും. മഴയുണ്ടെങ്കിലും പുറത്തിറക്കും, മഴ തുറന്നു. പ്രാർത്ഥനകളൊക്കെ പതിവുണ്ടോ മതസ്ഥം എന്ന് വെച്ചാലേ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ പ്രാർത്ഥിക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരുപാട് ഉണ്ടാവില്ല. ശരി, അങ്ങനെ ഇവിടെ ഇല്ല. നമ്മൾ ക്രിസ്തീയ പ്രാർത്ഥന നടത്തും. അവരതിൻ്റെ പിന്നെ ഇങ്ങനെ മതത്തിനോട് താല്പര്യമുള്ള ആൾക്കാർ, മതവിശ്വാസമുള്ള ഒരു ആൾക്കാരാണെങ്കിൽ ഇവിടെ വരാനായിട്ട് സാഹചര്യം ഇല്ല. അങ്ങനത്തെ ഒരു ആൾക്കാർ തീർത്തും അതാണ് അതിന് സത്യം. അതായത് പ്രാർത്ഥിക്കാൻ എനിക്ക് എൻ്റെ അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരോട് വരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ ട്രാക്ക് തെറ്റിയവരാണ്. അപ്പോൾ അത്തരം ട്രാക്ക് തെറ്റിയവരെ ശരിയായ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഫിലോസഫിക്കൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് പ്രോഗ്രസ്. അത് ഈ അനുഭവങ്ങളിൽ നിന്ന് 30 വർഷത്തിന്റെ ജീവിത പരിചയം ഉണ്ടല്ലോ. ഒരു മെഡിക്കൽ സയൻസ് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ചില ഡോക്ടേഴ്സിനോട് പറയാറുണ്ട്, ജീവിതമാകുന്ന കലാശാലയിൽ നിന്നുള്ള വിദ്യാഭ്യാസം. ഞാൻ ചില ഡോക്ടേഴ്സിന് പറയാറുണ്ട്, ഞാൻ നല്ലൊരു ഡോക്ടർ തന്നെയാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക് പ്രസവം കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ അതായത് അന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു 6 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. അന്ന് രാത്രി പെണ്ണ് പ്രസവിച്ചു. പെണ്ണ് പ്രസവിക്കുന്ന നേരത്തെ 1 മണി നേരത്താണ് ഞാൻ കണ്ടു. ഞാൻ ചെന്ന് എടുത്ത് കുഞ്ഞിനെ അമ്മേനെ എടുത്ത് അമ്മേനും കുഞ്ഞിനെ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക്. അപ്പോൾ എന്നെ ഡോക്ടർ ഗൈനക്ക് റൂമിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ പാളിച്ച പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് വളരെ മനോഹരമായിട്ടെന്ന് പറഞ്ഞു.
വളരെ നല്ലൊരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ദൈവസ്പർശം തന്നെ വന്നിട്ടുണ്ടോ? അതാണ് അതിന്റെ കാര്യം. അതാണ് കറക്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇവരെ കുറിച്ച് യാതൊരു അല്ല, അവരൊക്കെ ഇപ്പോഴും കൂടി ഉണ്ടോ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. കുട്ടിയും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. കുട്ടിക്ക് 15 വയസ്സായി, 10ാം ക്ലാസ്സിൽ നിന്നാണ്. ഇന്ന് അവർക്ക് മോഡൽ പരീക്ഷ എന്തൊരു പരീക്ഷയുണ്ട് അത് ഇവരിപ്പോ കുട്ടികൾ ഇവിടെ അല്ല താമസിക്കുന്നത്. നമ്മളെ 10-20 കുട്ടികളുണ്ടായിരുന്നു ഇവിടെ. അവരിപ്പോ SOS മണ്ണുത്തി സൊസൈറ്റി, അതായത് നമുക്ക് കുട്ടികൾ അതിന്റെ ലൈസൻസ് ഇല്ല, അതില്ല. ഇപ്പൊ നമുക്ക് സൈക്കോന്റെ ലൈസൻസ് ഉണ്ട്. 60 പേർക്ക് മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെ മരുന്ന് കൊടുക്കുന്നവരെ നോക്കാനുള്ള ലൈസൻസ് ഉണ്ട്. 350 പേരെ പ്രായമായിട്ടുള്ള ആൾക്കാരെ മാനസിക വൈകല്യങ്ങള്, മാനസിക രോഗികളല്ല, ചില സമയങ്ങളിൽ ഉണ്ടാവുന്ന ചില താളപ്പിഴകൾ അതുണ്ടാവുന്നവർക്ക് 60 പേരെ നോക്കാനുള്ള അത് ലൈസൻസ് ഉണ്ട്. 350 പേരെ നോക്കാനുള്ള ഗവൺമെന്റിന്റെ വേറെ. അങ്ങനെ 2 കാര്യം ഗവൺമെന്റ് നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ 31 വർഷക്കാലത്തിനിടയ്ക്ക് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ. കാരണം അതില്ലെങ്കിൽ അതിനും നമ്മൾ വിഷമിക്കണ്ടേ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവരെ വളരെ സാമ്പത്തിക സൗകര്യങ്ങളുണ്ടായിരിക്കാം, ഉള്ളവരുണ്ടായിരിക്കാം, സാധാരണക്കാരുണ്ടായിരിക്കാം, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ മതങ്ങളിലൊക്കെ പെട്ടവരുണ്ടായിരിക്കാം. അശരണരും നിസ്സഹായരും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഔട്ടായവരെയും സംരക്ഷിക്കുന്ന സ്നേഹാലയം ആൻ്റണിയുടെ വലിയ ഒരു ജീവിതാഭിലാഷമാണ് അദ്ദേഹത്തിന്. ഈ സ്നേഹാലയത്തിന് അന്തേവാസികൾക്ക് ഊണ് കഴിക്കാനായി ഒരു ബിൽഡിംഗ് വേണമെന്നുള്ളത്. അതിന് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെന്നാണ് എൻ മീഡിയയ്ക്ക് പറയാനുള്ളത്. ആൻ്റണി ചേട്ടൻ്റെ ഈ ദൈവതുല്യമായ ഈ സമീപനം അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ, സത്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു അയൽക്കാരനാണ്. ഇവിടെ എല്ലാ മനുഷ്യരും ഈ കാലഘട്ടത്തിൽ പണമുണ്ടാക്കാനുള്ള വിവിധ മാർഗങ്ങൾ തിരയുന്നതിനിടയ്ക്ക് ജീവിതത്തിൽ നിന്നും അതുപോലെ തന്നെ സമ്പത്തുകളിൽ നിന്നും ഒക്കെ താഴേക്ക് പോയ, ജീവിതം തന്നെ കൈമോശം വന്നവരെ കൊണ്ടുവന്ന് നിങ്ങൾ അവരെ നല്ല മനുഷ്യരായി നോക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അങ്ങയുടെ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും ഞങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാം തന്നെ പ്രിയങ്കരനായ സ്നേഹാലയം ആൻ്റണിയെക്കുറിച്ച് 2 വാക്ക് ഞാനിവിടെ പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് സ്നേഹാലയം ആൻ്റണിനെ നല്ല പരിചയമുണ്ട്. അദ്ദേഹം മഹത്തായ ഒരു സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലത്ത് ഒരു 10-250ഓളം നമ്മുടെ റോഡിലൊക്കെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച ആൾക്കാരൊക്കെ തന്നെ അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടതായ ഭക്ഷണവും ചികിത്സയും ഒക്കെ കൊടുത്തുകൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെ നോക്കുന്ന മാതിരി നോക്കി വന്നിരുന്ന ആളാണ് സ്നേഹാലയം ആൻ്റണി. ഇപ്പം കുറച്ചും കൂടി വളരെ ഭേദപ്പെട്ട സ്ഥലത്ത് അവരൊക്കെ തന്നെ താമസിപ്പിക്കുന്നുണ്ട്. ആളൊരു ആവശ്യം പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഹാള് നിർമ്മിക്കണം എന്ന് അദ്ദേഹത്തിന് വലിയ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതിലേക്കൊരു ഫണ്ട് റൈസിങ്ങും കൂടി, നമ്മുടെ എല്ലാം സഹായത്തോടു കൂടി ഒരു ഫണ്ട് റൈസിങ്. കാരണം ഇപ്പോൾ താമസിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഒരുപക്ഷെ ഇവിടുത്തെ പ്രേക്ഷകരൊക്കെ അറിയുന്ന ഒരാളാണ് നമ്മുടെ ശങ്കരൻ. അതുമാതിരി തന്നെ റോഡിലൊക്കെ ഉണ്ടായിരുന്ന ശങ്കരൻ്റെ ഭാര്യ അമ്മാളു. നിങ്ങളെല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അടുത്ത് അവിടെ പോയപ്പം അമ്മാളുവിനെ അവിടെ ഞാൻ കണ്ടിരുന്നു. ശങ്കരൻ മരിച്ചു. അപ്പോൾ അമ്മാളുമൊക്കെ വളരെ വൃത്തിയായി ഡ്രസ്സൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് വളരെ സുഖത്തോടു കൂടി നല്ല രീതിയിൽ അദ്ദേഹം ഞങ്ങൾ നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ ഞാൻ കണ്ട 1-2 ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ. അവിടെ ഒരു മാഡം ഞാൻ കണ്ടിരുന്നു. പക്ഷേ മാനസികമായിട്ട് അവർ തകർന്ന നിലയിലാണ്. കാരണം ഒറ്റപ്പെട്ടൊരു ജീവിതം വന്നതോടുകൂടി വയസ്സായതോടുകൂടി അവരുടെ മാനസിക നില തകർന്ന് ഇപ്പം ആൻ്റണിയുടെ കൂടെയാണ് ആൾ താമസിക്കുന്നത്. അങ്ങനെ നല്ല കുടുംബത്തിലെ ആൾക്കാരെയും പല ആൾക്കാരെയും നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷേ ആൻ്റണി അങ്ങനെ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ലാതെ അവരൊക്കെ തന്നെ നോക്കുന്നുണ്ട്. ഡോക്ടേഴ്സിന് ആവശ്യമാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, മരുന്നുകൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ നോക്കുന്ന ആൻ്റണി ഇന്നൊരു ആവശ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഹാള് പണിയണം എന്നുള്ളതാണ്.
തീർച്ചയായും നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തിന് സഹായിക്കണം. അതിനായിട്ടാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്നേഹാലയം ചെന്നൊന്ന് കാണണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഏകദേശം ഇപ്പോൾ 200ഓളം സ്ത്രീകളും പുരുഷന്മാരുണ്ട്. സ്ത്രീകൾക്ക് താമസിക്കാനായിട്ട് ഒരു വലിയ വീടും അതുമാതിരി തന്നെ പുരുഷന്മാർക്ക് മറ്റൊരു ഏരിയയുമുണ്ട്. അങ്ങനെ രണ്ടാൾക്കാരും വെവ്വേറെ താമസിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മുടെ സ്വന്തം കുടുംബത്തിലത്തെ അംഗങ്ങളെ മാതിരിയാണ് അദ്ദേഹം നോക്കുന്നത്. മഹത്തായ പ്രവൃത്തിക്ക് നമ്മുടെ എല്ലാവരെയും പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ സമയം പറയാനുള്ളത്. എൻ മീഡിയ തയ്യാറാക്കിയ സ്നേഹാലയം എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് കരുതുന്നു. നമുക്ക് എന്താണ് സ്നേഹാലയത്തിൽ നടക്കുന്നതെന്നും എങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നതെന്നും ഇതിനോടകം തന്നെ മനസ്സിലായി കാണും. ഞാൻ മനസ്സിലാക്കിയ സ്നേഹാലയം പന്തോടി ചേട്ടൻ ഒരു പ്രത്യേകതരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ പെരുമാറ്റമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അത് വെറുതെ അല്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് ഒരു 200ഓളം ആൾക്ക് കഴിക്കാവുന്ന ഭക്ഷണം ബാക്കി വന്നു. അപ്പോൾ ഒരു 2 മണിക്ക് ശേഷം ഈ ബാക്കി വന്ന ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് സ്നേഹാലയം അന്തോണിയേട്ടനെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സദ്യ കഴിഞ്ഞ് ബാക്കി വന്ന ഭക്ഷണം കൊടുക്കാൻ എൻ്റെ കയ്യിൽ കന്നുകാലികളൊന്നുമില്ല, മനുഷ്യരാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇവിടുത്തെ അന്തേവാസികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സദ്യ വിളമ്പുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇവിടെയും സദ്യ വിളമ്പാനുള്ള ഏർപ്പാട് ചെയ്താൽ മാത്രമേ എനിക്കത് ആവശ്യമുള്ളൂ. ഇവിടെ നിങ്ങളുടെ ഒന്നും വേസ്റ്റ് തിന്നാനുള്ള ആൾക്കാരെ ഞാൻ നോക്കില്ല എന്ന് പറയാണ്. അത് ഒരു നിലയ്ക്ക് നോക്കിയാൽ ഇത്രയും നല്ല ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അന്തോണിയേട്ടനോട് ദേഷ്യം തോന്നാം. പക്ഷേ അങ്ങോട്ട് പറഞ്ഞതായിരുന്നു 100% ശരി. നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം അവർക്ക് നമ്മൾ സദ്യ വിളമ്പുമ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം രണ്ടാമത് തന്നെ ആകർഷിച്ചത്, ഞാൻ ഒരു 25 കൊല്ലം മുമ്പ് വീട്ടിൽ നിന്നും ഓട്ടുപാറയ്ക്ക് വരുന്ന സമയത്ത് ഒരു രോഗി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടെ ആരുമില്ലാത്ത ഒരു രോഗിയുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹാലയം വന്നിട്ടൊരു വണ്ടിയുമായി വന്ന് ആ രോഗിയെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. ദേഹം മുഴുവൻ വ്രണമുള്ള ഒരു ലെപ്രസി പേഷ്യൻ്റായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ കയറ്റിക്കൊണ്ടുപോയിട്ട് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് അറിയാനെന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ വേറൊരു വണ്ടിയിൽ സ്നേഹാലയത്തിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എനിക്ക് ഹൃദയത്തിൽ ഒരുപാട് സ്പർശിച്ചതാണ്. ആ ശരീരം മുഴുവൻ പഴുത്തിരിക്കുന്ന രോഗിയെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി നിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, ഇനി ഇദ്ദേഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ കൊരട്ടിയിലുള്ള ലെപ്രസി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ചികിത്സിക്കാനാണ് ഞാൻ പരിപാടി ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോവുകയും കുറച്ച് നാളുകൾ കൊണ്ട് രോഗം ഭേദമായി അദ്ദേഹം സാധാരണ രീതിയിലായില്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അതിനുശേഷമാണ് ഈ സ്നേഹാലയം എന്ന സ്ഥാപനവുമായി ഞാൻ അടുത്ത ബന്ധം പുലർത്താൻ തുടങ്ങിയത്. അവിടെ ഇന്ന് രോഗികൾക്ക് കിടക്കാനായിട്ട് സ്ഥലങ്ങൾ പലരും സ്പോൺസർ ചെയ്ത് പണിത് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് അവർക്കുള്ള ഭക്ഷണവും കൊടുക്കുന്നത്. മാനസികമായി വൈകല്യമുള്ള പലരും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ പ്ലേറ്റ് മുകളിലേക്ക് എറിയുകയും ആ ചോറ് മുഴുവൻ അവിടെ ചിതറിക്കിടക്കുകയും ചെയ്യുകയാണ്. അതിൽ തന്നെ അവർ ഇരുന്നും കിടന്നും നിരങ്ങിയും ആ റൂം മുഴുവൻ വൃത്തികേടാകുകയാണ്. പെട്ടെന്ന് വൃത്തിയാക്കാൻ ആളെത്തുന്നതിന് മുമ്പ് ഇവർ അതിൽ കിടന്ന് ഉരുണ്ട് വൃത്തികേടാക്കുന്നു. അത്തരമൊരു സമയത്ത് ഒരു ഡൈനിങ് ഹാള് കിട്ടുകയാണെങ്കിൽ ഈ ഭക്ഷണവും കിടപ്പും വേറെയാക്കാൻ സാധിക്കുമെന്ന ഒരു ആശയം അദ്ദേഹം പറഞ്ഞു. അതിന് നിങ്ങൾ നേരിട്ട് കണ്ട ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡൈനിങ് ഹാൾ പണിയാനുള്ള സഹായം എല്ലാവരും കുറേശ്ശെ സംഖ്യ അയച്ച് സഹായിക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ വഴിയിൽ കിടന്ന് കൊണ്ടുപോയി അവിടെ അദ്ദേഹം നോക്കുന്ന രോഗികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്.